ഇത് CPM-ൻ്റെ അവസാനത്തെ ഇലക്ഷൻ മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷനായി. കാരണം പിന്നെ അതിനുശേഷം BJP-യും CPM-ഉം കൂടെ ചേർന്ന് വേറെ പാർട്ടി ഇവിടെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലോട്ട് പോകും. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖം വികൃതമാണ്, അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാണ്, അദ്ദേഹത്തിൻ്റെ മുഖംമൂടി വലിച്ച് താഴെയിടും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ട നാണം കെടുന്ന സാഹചര്യത്തിലോട്ട് ഈ ജാഥ കൊണ്ടെത്തിച്ചേർന്നു. CPM എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളെ കാണിക്കുമ്പോൾ കോൺഗ്രസ് CPM എന്ത് ചെയ്തില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊരു ന്യായീകരണ ജാഥയല്ലേ? അതെ, തീർച്ചയായിട്ടും അല്ലേ? അവരുടെ കഴിവുകേടുകൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്യാപ്സ്യൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഈ പൈസ ആരുടെ പൈസയാണ്? ഈ ജാഥ നടത്തുന്ന പൈസ. ജനങ്ങളുടെ മനസ്സിൽ എന്നും CPM പ്രതിക്കൂട്ടിലാണ്, എന്നും പിറകിലാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഖജനാവിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടിയത്. അതുപോലെ തന്നെ കരിവണ്ണൂർ തട്ടിപ്പ്, കരിവണ്ണൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, അതിന് ഇവർക്ക് എന്ത് ന്യായീകരണമുള്ളത്? സപ്ലൈകോയുടെ അവസ്ഥ, ഇതൊക്കെ കൂടെ ശിവൻകുട്ടി പറയണം. അയ്യപ്പൻ പിണറായി വിജയന് എതിരാണ്, അദ്ദേഹത്തിനെതിരാണ് അയ്യപ്പൻ. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് KCU മുൻ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എറിക് സ്റ്റീഫനാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇത്രയും നാൾ CPM ഈ ഒരു ചിത്രത്തിൽ കുറച്ചൊന്ന് ബാക്കിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വളരെയധികം ആവേശത്തോടു കൂടി മുൻപോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. കോൺഗ്രസ് ഒരു പുതുയുഗ യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇത് രണ്ടും സ്വാഭാവികമായും അവർ ചെയ്ത കാര്യങ്ങൾ, അതായത് CPM എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളെ കാണിക്കുമ്പോൾ കോൺഗ്രസ് CPM എന്ത് ചെയ്തില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ രണ്ട് ജാഥയും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇനി നോക്കിക്കാണാൻ പോകുന്നത്? ഇത് ഞാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ ആദ്യം പറഞ്ഞു CPM ബാക്കിലായിരുന്നു, ഇപ്പോൾ കുറച്ച് മുന്നിലോട്ട് വരുന്നു. അത് അടിസ്ഥാനരഹിതമാണ്. ജനങ്ങളുടെ മനസ്സിൽ എന്നും CPM പ്രതിക്കൂട്ടിലാണ്, എന്നും പിറകിലാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഖജനാവിൻ്റെ അവസ്ഥ അല്ലേ? നമ്മളെല്ലാവരും അത് അനുഭവിക്കുന്നവരാണ്. എല്ലാ ദിവസവും നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് തുറന്നു കാണിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അത് ഒരുപാട് വരാറുണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ. ഇവർ തൊഴിലില്ലായ്മയ്ക്ക് എന്ത് ന്യായീകരണമാണ് ഇതിന് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവരെന്താണ് പറയാൻ ജനങ്ങളോട് എന്താണ് ഇവർ പറയാൻ പോകുന്നത്? ഇതൊരു ന്യായീകരണ ജാഥയല്ലേ? അതെ, തീർച്ചയായിട്ടും അല്ലേ? അവരുടെ കഴിവുകേടുകൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്യാപ്സ്യൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഈ പൈസ ആരുടെ പൈസയാണ്? ഈ ജാഥ നടത്തുന്ന പൈസ ജനങ്ങളുടെ പൈസയല്ലേ? ഞാനും നിങ്ങളും ടാക്സ് പേയേഴ്സ് അല്ലേ? ഈ പൈസയല്ലേ അവരെടുത്ത് ചെലവാക്കുന്നത്? അതേസമയം KPCCയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജാഥ ഞങ്ങൾ സ്വരൂപിച്ച പൈസ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇത് ഒരേ ത്രാസിൽ പോലും നമുക്ക് ഇത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം വീണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയും, ഇതിനു മുമ്പ് ഒരു ജാഥ നടന്നല്ലോ, ഒരു യാത്ര കേരളത്തിൽ ഒരു ബസ്സിൽ നടന്ന യാത്ര. ആ ബസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന്, അല്ലെങ്കിൽ തന്നെ അതിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? എത്രയോ പാവപ്പെട്ട യുവാക്കളെ, പ്രതികരിക്കാൻ ശേഷി കാണിച്ച യുവാക്കളെ അന്ന് പ്രതികരിച്ച പല യുവജന നേതാക്കന്മാരും ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരിന്ന് ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഈ ജാഥ കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ട നാണം കെടുന്ന സാഹചര്യത്തിലോട്ട് ഈ ജാഥ കൊണ്ടെത്തിച്ചേർന്നു. അതെ, തീർച്ചയായിട്ടും. പക്ഷേ CPM-ന്റെ കൃത്യമായൊരു ഉദ്ദേശമുണ്ട് ഈ ഒരു ജാഥയിലൂടെ. അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും എടുത്തെടുത്ത് കാണിക്കുക. ഇന്ന് രാവിലെ വന്ന വാർത്തയായിരുന്നു, ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജാഥ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതുപോലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 1000 കോടിയുടെ വികസനങ്ങൾ ഈ 10 വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ വികസനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളുടെ മുൻപിലേക്ക് അറിയിക്കണം, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ജനങ്ങളിലേക്ക് വീണ്ടും അത് എത്തിക്കണം എന്നുള്ളത്. ഇതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് CPM-ന് വേണ്ടി AKG സെന്ററിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 50 രൂപ നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് 500 രൂപയായി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക, ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുക. ആ ഒരു രീതിയിൽ തന്നെയാണോ ഈ പറയുന്ന വികസന മുന്നേറ്റ ജാഥയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്? ഈ 1000 കോടിയൊക്കെ കൊണ്ട് ഒരു മണ്ഡലത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സംശയമല്ലേ? അല്ല, എനിക്ക് ആദ്യമേ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ശിവൻകുട്ടിയെ പോലൊരു നേതാവ്, പ്രത്യേകിച്ച് ഞാനും തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൊച്ചുകുട്ടി, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയോട് ശിവൻകുട്ടിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശിവൻകുട്ടി എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സിഗ്നേച്ചർ പിക്ചർ ഓർമ്മ വരും അല്ലേ? എന്താണ് അദ്ദേഹം കാണിച്ച ഈ പറയുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് പുള്ളി
നിയമസഭയിൽ കാണിച്ചത്. അതാണ് ഓർമ്മ വരുന്നത്. അപ്പം അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് ഇത് നയിക്കണം. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 14 സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങളുള്ളതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം തന്നെ ഇത് ചെയ്യണം. കാരണം ഭരണസിരാ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സ്വർണ്ണത്തട്ടിപ്പ്, സ്വർണ്ണക്കടത്തൽ, അതിനൊക്കെ ഇതുവരെ എന്തെങ്കിലും ഒരു മറുപടി ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ന്യായീകരണങ്ങൾ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനെങ്കിലും ഒരു ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിൽ ഒരു ന്യായീകരണം ഇവർക്ക് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടിയത്? അതുപോലെ തന്നെ കരിവണ്ണൂർ തട്ടിപ്പ്, കരിവണ്ണൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, അതിന് ഇവർക്ക് എന്ത് ന്യായീകരണമാണ് ഉള്ളത്? സപ്ലൈകോയുടെ അവസ്ഥ, ഇതൊക്കെ കൂടെ ശിവൻകുട്ടി പറയണം. ഞങ്ങൾക്ക് അത്ര പറയാം. സപ്ലൈകോയുടെ അവസ്ഥ എന്താണ്? എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം സപ്ലൈകോയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഓണം വരുമ്പോഴും ക്രിസ്തുമസ് വരുമ്പോഴും ഒക്കെ സപ്ലൈകോയൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് ഓണത്തിന് പോലും സപ്ലൈകോയുടെ അവസ്ഥ എന്തായിരുന്നു? സാധാരണക്കാർക്ക് അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ? ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, അതും അവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴും സപ്ലൈകോയിൽ നിന്ന് പണ്ടൊക്കെ ജനങ്ങൾ ഇടിച്ചു കയറുമായിരുന്നു സപ്ലൈകോയിൽ പോയി സാധനം വാങ്ങിക്കാൻ, അല്ലേ? ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ്? സപ്ലൈകോയുടെ അവസ്ഥ എന്താ? അപ്പം ഇതിനൊക്കെയാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നടക്കാൻ പോകുന്ന ജാഥയ്ക്ക് മറുപടി പറയുന്നത്. ശിവൻകുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആൾക്കാരെ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിക്കുക. ഈ ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന സാധനമില്ലേ? പുള്ളിയുടെ പാർട്ടിയുടെ കാര്യങ്ങൾ വന്ന് നമ്മളൊന്ന് പറയട്ടെ, ഞങ്ങളൊന്ന് പറയട്ടെ. പിണറായി വിജയൻ ഒരു കാര്യം ചെയ്ത് തിരുവനന്തപുരം സെൻട്രലിൽ ഒന്ന് മത്സരിക്കട്ടെ, തയ്യാറാവോ? ഒരിക്കലുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് മത്സരിക്കട്ടെ. എനിക്കങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് അദ്ദേഹത്തെ പോലെ ബോധത്തിന് കുറവൊന്നുള്ള ആളല്ല. CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങൾ CPM ആണ് തീരുമാനിക്കേണ്ടത്. അതെ, അത് അദ്ദേഹം ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇതുപോലെ സർക്കാസ്റ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പുരോഹിതനെ അദ്ദേഹം കലാപകാരി എന്ന് വിളിച്ചു. എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ള അല്ലെങ്കിൽ കൊച്ചുനാൾ മുതലേ എനിക്ക് ബന്ധമുള്ള ഒരു ഫാദർ യൂജിൻ, അദ്ദേഹം ഇപ്പോൾ വികാർ ജനറലാണ് തിരുവനന്തപുരം ഉള്ള ലാറ്റിൻ ആർച്ച് ഡയസിസിൻ്റെ. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ അയാൾ വിളിച്ചത്, അഭിസംബോധന ചെയ്തത് കലാപകാരി എന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിരോധം അയാൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഇരിക്കുന്ന എലക്റ്റഡാണ്. അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിന് യോജിക്കുന്ന തരത്തിലാണോ അദ്ദേഹം കുറച്ച് നാളുകളായി പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നെന്നുള്ളത് പൊതുജനങ്ങൾ തന്നെ വിലയിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം തന്നെ ഈ ജാഥ നയിക്കണം. ഞങ്ങളുടെ ആവശ്യമാണ് അത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാൻ കാര്യം, ഞങ്ങൾക്കത് വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ആൾക്കാർ ഈ വിദ്വാൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പെട്ടെന്ന് ഓർക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇത് പറയുമ്പോൾ ഇതിനു മുൻപ് ഞാൻ പല കോൺഗ്രസ് വക്താക്കളുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെയും അവരോട് പറയുന്ന കാര്യമാണ്, CPM-ന്റെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് തീർച്ചയായും പിണറായി വിജയൻ ആയിരിക്കും എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു മറുപടി, അതെ, അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിക്കണം, എന്നാലാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകുകയുള്ളൂ കാര്യങ്ങൾ എന്നുള്ളത്. അതായത് കോൺഗ്രസിനെ കുറച്ചുകൂടി ജനങ്ങളുടെ മുൻപിലേക്ക് എടുത്തു കാണിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറച്ചുകൂടി അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ ഒരുപക്ഷെ CPM-ന്റെ നേതൃത്വത്തിന് ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നു. അതായത് പിണറായി വിജയൻ മുന്നിൽ നിന്ന് CPM-നെ നയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ള നിലയിൽ. അതായത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, CPM വീണ്ടും അല്ലെങ്കിൽ LDF സർക്കാർ തന്നെ വീണ്ടും 3.0 വരും എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ. അത് ഞാൻ ഒരു പടി കൂടി കയറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM-ന്റെ ഇപ്രാവശ്യത്തെ പിണറായി വിജയൻ സാറ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ നിന്ന് നയിക്കുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കും. ഇത് CPM-ന്റെ അവസാനത്തെ ഇലക്ഷൻ, മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷനായിരിക്കും. കാരണം പിന്നെ അതിനുശേഷം BJP-യും CPM-ഉം കൂടെ ചേർന്ന് വേറെ പാർട്ടി ഇവിടെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലോട്ട് പോകും. കാരണം പിണറായി വിജയനും മോദിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ദേശീയ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. ഞാൻ പല സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു BJP ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലാത്ത, NDAയുടെ കൂടെ അല്ലാത്ത ഏത് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയെയും അവർ ഒന്നുകിൽ ED കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്താനുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിലപാടുകളിൽ അല്പമെങ്കിലും വെള്ളം ചേർക്കാത്ത ഈവൻ കേജ്രിവാളിനെ പോലും അവർ പിടിച്ചകത്തിട്ടു. കേജ്രിവാൾ പലപ്പോഴും
സന്ധി ചെയ്തിട്ടുള്ളതാണ് നരേന്ദ്രമോദിയുമായിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുമായിട്ട്. അപ്പോൾ ഇവർ ഇത് അവരുടെ പാർട്ടി സെക്രട്ടറി ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പുള്ളി ഒരു മാധ്യമത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖം വികൃതമാണ്, അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാണ്, അദ്ദേഹത്തിൻ്റെ മുഖംമൂടി വലിച്ച് താഴെയിടും. ഇപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു രക്തസാക്ഷിയുടെ ബ്രദർ, സ്വന്തം സഹോദരൻ വിഷ്ണു എന്ന് പറയുന്ന, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. ഞങ്ങളൊക്കെ ആ സമയത്ത് ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളെ പരിക്കേൽപ്പിച്ച അയാൾ മൃഗീയമായി കൊല്ലപ്പെടുക എന്നൊക്കെ പറയും. ഏപ്രിൽ 1-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രദർ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ പാർട്ടി വിടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതിനൊക്കെയാണ് പിണറായി വിജയൻ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും ആ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, ഒരു ഫോൺ കോളിലെങ്കിലും ഈ വ്യക്തിയെ വിളിക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ അതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവ് മുന്നിൽ നിന്ന് നയിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് CPM പാർട്ടിയുടെ തകർച്ചയാണ്. CPM ഈ പറയുന്ന പോലെ ഒരു രക്തസാക്ഷിയുടെ, ഞങ്ങൾക്ക് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തുകയാണ്. അവരെപ്പോഴെങ്കിലും സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയാൻ തയ്യാറാവോ? കാരണം എനിക്കറിയാം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന സഖാവ് ഒരു യുവജനങ്ങളെയൊക്കെ പിടിച്ച് കൂടെ നിർത്തുകയും ഒരുപാട് തലത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഈ പറയുന്ന സോളാർ സമരം നടക്കുന്നതൊക്കെ സമയത്ത് അവരൊക്കെ എടുത്ത എഫേർട്ട് ഞങ്ങൾക്കറിയാം. കാരണം ഈ കുടുംബം, കാരണം ഈ വരുന്ന സഖാക്കന്മാരെ താമസിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഇവരാരെങ്കിലും ഒന്ന് ഫോൺ കോളിലെങ്കിലും വിളിച്ച് ചോദിക്കാൻ ഇവരോട് തയ്യാറായോ? ഇല്ല. മാത്രമല്ല, ഈ പറയുന്ന പ്രതികൾക്ക് വീണ്ടും ഉന്നത പദവികൾ നൽകിയതാണ് ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി പാർട്ടി മാറാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പുതുയുഗ യാത്ര നമ്മൾ കണ്ടിരുന്നു. കോൺഗ്രസ് അത്രത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്ന ഒരു യാത്രയാണ്. അതിൽ തന്നെ പ്രധാനമായും ഊന്നൽ നൽകാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കാണ് എന്നുള്ളൊരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു അപഖ്യാതി എന്ന് പറയുന്നത്, ഈ പറയുന്ന അടൂർ പ്രകാശ് MP ചോദ്യം ചെയ്തതിനു ശേഷം കോൺഗ്രസിന് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിപ്പിടിക്കാൻ ഭയമാണ്, അവർ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു വിഷയം ഇപ്പോൾ ഇനി അധികം ഉയർത്തി പറയാൻ കോൺഗ്രസിന് ഇനി സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഞങ്ങള് ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ മാനവീയം വീതിയിലായിരുന്നാലും അല്ലെങ്കിൽ കനാക്കുന്നിലൊക്കെ ആയിരുന്നാലും ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പൊതുവെ ഒരു കാര്യം പറയാറുണ്ട്. അയ്യപ്പൻ CPM-നെതിരാണ് അല്ലെങ്കിൽ പിണറായി വിജയനെതിരാണെന്ന് പറയാറുണ്ട്. കാരണം എന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ, ശരി, നമുക്ക് ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം ഒന്ന് മാറ്റി നിർത്തി കുറച്ച് ബാക്കിലോട്ടൊന്ന് പോയാൽ, ഇവർക്ക് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ആ പൈതൃകത്തിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഏറ്റവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനമാണ്. ഞാൻ കർണാടകയുടെ ചുമതല വഹിച്ചിട്ടുള്ള ഒരാളാണ്. കർണാടകയിലെ പല മന്ത്രിമാർ, അവരുടെ PA-മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അല്ലെങ്കിൽ NSUവിൻ്റെ നേതാക്കന്മാർ, അവിടുത്തെ KSU, അവിടുത്തെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ ശബരിമലയിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിക്കും. എറിക്, ഞങ്ങൾക്കൊന്ന് അവിടെ വരണം, ഒന്ന് അവിടുത്തെ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തിൽ അവർ എന്താണ് ശ്രമിച്ചത്? ഇപ്പം ഞാനൊരു നിയമവിദ്യാർത്ഥി കൂടിയാണ്. നിയമവിദ്യാർത്ഥി എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോഴും നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോയർ ആയിരുന്നാലും ഞാനിപ്പോൾ LLM ചെയ്ത് കഴിയാറായി. അപ്പോഴും നമ്മൾ നിയമവിദ്യാർത്ഥി എന്ന് പറയാൻ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രാചീനമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ്, അതിനെ മനഃപൂർവ്വമായി പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ അവിടെ കയറ്റാൻ ശ്രമിക്കുകയും അവിടുത്തെ ഒരു ഏറ്റവും വലിയ ഒരു പ്രാക്ടീസിനെതിരായി നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ സമയത്ത് നമ്മൾ പറയും ഇൻസെയിൻ ആയിരുന്നു അദ്ദേഹം. അയാൾക്ക് ആ മനുഷ്യൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചു പോയിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അയ്യപ്പൻ പിണറായി വിജയന് എതിരാണ്, അദ്ദേഹത്തിനെതിരാണ് അയ്യപ്പൻ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പിന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ഥാപനം സംരക്ഷിക്കാൻ ആ സ്ഥാപനത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത
ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 10 വർഷമായിട്ട് അദ്ദേഹം ഭരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയെ പറ്റി പറയാൻ യാതൊരു യോഗ്യതയുമില്ല. അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് പിന്നെ ഈ ഇതിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇതിൻ്റെ ഇടപെടലുകൾ പാർട്ടി നേതാക്കന്മാരകത്താകുന്നു. ഇത് കുറച്ചുകൂടെയൊക്കെ നന്നായി അന്വേഷിക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി പറയേണ്ടി വരും. ഇപ്പം എൻ്റെ സ്വത്തിനും താങ്കളുടെ സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ആരാണ്? ഭരണകൂടമല്ലേ, പോലീസല്ലേ? അപ്പം അതിന് നേതൃത്വം വഹിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആൻസറബിൾ അല്ലാതാകുന്നത്? ഇപ്പം എൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരാൾ നാളെ അയാൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഏതെങ്കിലും കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാനൊരു ഇടത് നിരീക്ഷകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഫോട്ടോയിലൂടെ മാത്രമാണ് SIT പറയുന്ന അടൂർ പ്രകാശ് MP ചോദ്യം ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. SITയുടെ കയ്യിൽ കൃത്യമായ തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്തത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു ക്യാപ്സ്യൂൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജനങ്ങൾ വിശ്വസിക്കുന്നത് ആത്യന്തികമായിട്ട് റിസൾട്ടിലാണ്. ഇത് ഈ തെളിവുകളൊക്കെ ഇവർക്ക് ഇങ്ങനെ പൂഴ്ത്തി വെക്കാൻ പറ്റില്ലല്ലോ കുറേ നാളെ അല്ലേ? ഇത് കോടതിയിൽ വരും, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്താവും നോക്കാം. അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ആറ്റിങ്ങലിൽ വന്ന് അവരുടെ വളരെ ഒരു പൊന്നാമരം കോട്ട നശിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ കോട്ട പിടിച്ചെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള അന്ന് മുതലേ ഉള്ള ഒരു പകയാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർ ചെയ്തോട്ടെ. അവർ പല വ്യക്തിത്വങ്ങളെ ഇങ്ങനെ പിടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിനെയൊക്കെ പൊതുജനങ്ങൾ വളരെ എന്താ പറയുക, ഒരു പുച്ഛത്തോടു കൂടിയാണ് തള്ളിക്കളയുന്നത്. അതെ. അപ്പം എന്തായാലും ഈ പറയുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF മുന്നണിയുടെ പുതുയുഗ യാത്രയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭാഗത്ത് നിന്നുമുള്ള ഈ വികസന മുന്നേറ്റ ജാഥയും എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിലായിരിക്കും അറിയാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്.